തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർദ്ധിപ്പിച്ചു. ഒന്നിൽ കൂടുതൽ യാത്രകൾക്കുള്ള ടോൾ നിരക്കാണ് ഉയർത്തിയത്. പുതുക്കിയ നിരക്ക് പ്രകാരം കാർ ജീപ്പ് യാത്രയ്ക്ക് ഒരു ഭാഗത്തേക്ക് 90 രൂപയും ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് 140 രൂപയും നൽകണം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഈ ഒന്നിലേറെ ട്രിപ്പുകൾക്ക് നിരക്ക് കൂട്ടിയിരിക്കുന്നു. തീർച്ചയായും യാത്ര ചെയ്യുന്നവർ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും ക്രിസ്റ്റിന, ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിലും ഒരു ഹർജി എത്തിയിട്ടുണ്ട്. ഈ ഹർജി നിലനിൽക്കെ ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ശരിയായില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ പരാതി ഉയർത്തുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഈ അർദ്ധരാത്രി മുതൽ തന്നെ ഈ ടോൾ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. ഇക്കുറി രണ്ട് ഭാഗത്തേക്കും യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കാണ് ഈ ടോൾ നിരക്കിൽ അധിക വർധന നൽകേണ്ടി വരിക. സാധാരണഗതിയിൽ ഈ ഇരുഭാഗത്തേക്കും, അതായത് ഒരു തവണ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ വർധനവ് വരാറുണ്ട്. പക്ഷേ ഇക്കുറി ഈ രണ്ട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ യാത്രാ വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഭാരവാഹനങ്ങൾക്ക് 5 രൂപയുടെ അടക്കം വർധനവുണ്ട്. പുതിയ നിരക്ക് പ്രകാരം കാറിലും ജീപ്പിലും സഞ്ചരിക്കുന്നവർ ഒരു ഭാഗത്തേക്ക് 90 രൂപ, അത് പഴയ നിരക്ക് തന്നെ തുടരുന്നു. രണ്ട് ഭാഗത്തേക്കാണെങ്കിൽ 140 രൂപ നൽകണം. ബസ്സിനും ലോറിക്കും 485 രൂപയാണ് പുതിയ നിരക്ക് പ്രകാരം നൽകേണ്ടി വരിക. അതോടൊപ്പം തന്നെ ഈ ഒരു മാസത്തേക്കൊക്കെ പാസ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 10 രൂപ മുതൽ 40 രൂപ വരെയാണ് ഒരു മാസത്തേക്ക് യാത്ര ചെയ്യുന്ന നിരക്കിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നത്, അത് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ ടോൾ നിരക്ക് വർധനവ് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി നിലനിൽക്കെയാണ് ഈ വർധനവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പാലിയേക്കര ടോൾ വർധനവ് സംബന്ധിച്ചുള്ള പ്രതിഷേധം ഉയരുന്ന ക്രിസ്റ്റിന. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.